ഗുരുജി നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ വിഷയം ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ ഒന്ന് വിശദീകരിച്ചു തരാമോ? തീർച്ചയായിട്ടും. കുറെ പേർക്കുള്ള ഒരു ഇതാണ്, ഒരു അറിവ് വേണ്ടി വരും കുറെ പേർക്ക്. അത് എന്താന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് നമുക്കറിയണം. അതെ, അതറിയണമെങ്കിൽ ബ്രഹ്മ എന്താണെന്ന് അറിയണം. ബ്രഹ്മമുഹൂർത്തം എന്നാണ് പറയുന്നത്. ഇത് ബ്രഹ്മാവിന്റെ മുഹൂർത്തം. ബ്രഹ്മാവിന്റെ മുഹൂർത്തം. അതെ, ബ്രഹ്മ എന്ന് പറഞ്ഞ സൃഷ്ടികർത്താവ് എന്നാണ്. അതായത് പ്രപഞ്ച രചയിതാവാണ് ബ്രഹ്മ. പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, അതിനുള്ള എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന ആ ഒരു കർമ്മമാണ് ബ്രഹ്മാവിനുള്ളത്. അതാണ് നമ്മൾ ബ്രഹ്മ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ സൃഷ്ടി നടത്തുന്ന ഒരു സമയമുണ്ട്. സൃഷ്ടികർമ്മം നടത്താൻ ഏറ്റവും നല്ല സമയം, അതിന് തന്നെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അത് ഞാൻ പല ജ്യോതിഷ് എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം പലർക്കും പല അഭിപ്രായങ്ങളാണ്. ചിലർ പറയും സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം. ചിലർ പറയും 4:30 മുതൽ 6 വരെയാണ് ബ്രഹ്മമുഹൂർത്തം. ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് പറയുന്നവരുണ്ട്. അതെ. അപ്പൊ എനിക്ക് കിട്ടിയ അറിവെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ബ്രഹ്മമുഹൂർത്തം ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് സൃഷ്ടി നടക്കുന്ന സമയത്ത് യാതൊരു കോലാഹലങ്ങളും പാടില്ല. ശബ്ദങ്ങളോ, നമ്മളിപ്പോൾ പറയത്തില്ലേ കോഴി കൂവി തീർന്നു. നമ്മളീ പറയുന്ന അവിടെ കോലാഹലം തുടങ്ങുകയാണ്. ശബ്ദം അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം അവിടെ തുടങ്ങുകയാണ്. അല്ലേ? അപ്പോൾ അതിനു മുമ്പായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ബ്രഹ്മലോകത്ത് പലപ്പോഴും രാവിലെ ഈ ബ്രഹ്മമുഹൂർത്തം പിടിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഇതിന്റെ ക്ലിപ്തത ആർക്കുമില്ല. നമുക്ക് ആർക്കും അത് ക്ലിപ്ത സമയം പറയാനൊന്നും ആരെ കൊണ്ട് ഒരു പെർഫെക്റ്റ് ടൈം ഇതിനില്ല. ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഞാനോട് ശ്രമിക്കുന്നുമില്ല. അത് നമുക്ക് നമ്മുടെ ഒരു ഇതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിൽ നമുക്ക് തോന്നുന്നു ഉചിതമായെന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ചെയ്യണം. അത് ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെളുപ്പിന് 3 മണിക്ക് തുടങ്ങും. അപ്പോൾ 3:30 ഒക്കെ ആയിരിക്കാം ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നതാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു കാരണവശാലും 4:30-5 മണിയാകാൻ സാധ്യതയില്ല. കാര്യം അപ്പോഴത്തേക്ക് ഇതായി ബാസും കാറുകളും ചീറിപ്പായുന്നു, ശബ്ദക്കിളികൾ ശബ്ദം ഉണ്ടാക്കുന്നു. ആ സമയത്ത് എന്തായാലും ബ്രഹ്മമുഹൂർത്തം ആകാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ അത് തീർച്ചയായിട്ടും അപ്പോൾ ഒരു 3:30, 3:45, 4-നകം എന്ന് ഞാൻ പറയാം. പക്ഷെ അത് ആ ടൈം ഇപ്പോൾ 3:30 തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഒരു പ്രയർ, എനിക്ക് ബ്രഹ്മമുഹൂർത്തം ക്യാച്ച് ചെയ്യണം, 3:30 തുടങ്ങുകയാണ്. ഒരു പക്ഷെങ്കിൽ അന്ന് ആ ദിവസം 3:30 3:20 3:25 ഐ ലൂസ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ 3 മണിക്ക് തുടങ്ങുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും അത് നഷ്ടപ്പെടത്തില്ല. തന്നെയല്ല, ഞാനൊരു 15-20 മിനിറ്റോ നോക്കിയല്ല ഞാൻ ചെയ്യുന്നത് ബ്രഹ്മമുഹൂർത്തം. അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ കാണും ബ്രഹ്മമുഹൂർത്തം, അങ്ങനെ നോക്കിയല്ല ചെയ്യുന്നത്. നമ്മളൊരു ടൈം ഒരു 3 മണിക്ക് തുടങ്ങിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ടൈമിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ബ്രഹ്മമുഹൂർത്തം. നമുക്കറിയത്തില്ല. മനസ്സിലായി. അതായത് 3 മണി മുതൽക്ക് കണക്കാക്കി, വെളുപ്പിന് 3 മണി മുതൽ നമ്മൾ ബ്രഹ്മലോകത്ത് നടത്തുന്ന എല്ലാ പരിപാടികളും എങ്ങനെയാണ് രാവിലെ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും 4 മണി രാവിലത്തെ കാത്തു വയ്ക്കത്തില്ല. എപ്പോഴും നമ്മൾ 3 മണിക്ക് തുടങ്ങും. ഞാനൊക്കെയാണ് 2-2:30 എഴുന്നേറ്റ് നമ്മുടെ മറ്റ് ഇതൊക്കെ നടത്തി, അവിടുത്തെ നമ്മൾ ഈ പുഷ്പവിടിയിലൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ നടത്തി നമ്മൾ മറ്റു ഇതൊക്കെ തുടങ്ങുന്ന നമ്മുടെ ഹോമം യാഗമൊക്കെ തുടങ്ങുന്നത് 3 മണിക്ക് തുടങ്ങും. നോർമലി നമ്മൾ 3 മണിക്ക്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സമയം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. ഇതൊരു വലിയൊരു മുഹൂർത്തമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അതായത് ആ സമയത്ത് നമുക്ക് ചിന്ത നമ്മുടെ വളരെ ക്ലിയർ ആയിരിക്കും. നമ്മുടെ ചിന്ത ആ സമയത്ത് നമ്മൾ യോഗാഭ്യാസം ചെയ്യാൻ പറ്റുമെന്ന് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. കാര്യം ആ സമയത്ത് നമ്മുടെ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവുക. അതിനൊരു നല്ല സമയമെന്നാണ് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം. അതായത് സൃഷ്ടികർത്താവിന്റെ സമയം എന്ന് പറയത്തില്ലേ, സൃഷ്ടിക്കുള്ള സമയം. അപ്പോൾ ആ സമയം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ഒന്നുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് പഠിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് സമയമാണ് ബ്രഹ്മമുഹൂർത്തമാണ്. അപ്പൊ തുടങ്ങുക. നമ്മളപ്പൊ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഒരു 4-5-6 മണി വരെ ഇരുന്ന് പഠിക്കുകയും മറ്റ് ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നിട്ട് എഴുന്നേറ്റ് നമ്മൾ അല്പാഹാരം കഴിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്.
അതായത് ആ ടൈമിൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കരമായിട്ട് കൂടുതലാണെന്നാണ്. ഭയങ്കരമായിട്ടാണ്. കാര്യം മറ്റു ഡിസ്റ്റർബൻസ് ഇല്ല. Yeah. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എത്ര കോൺസെൻട്രേറ്റ് ചെയ്താലും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വീട്ടിൽ മറ്റുള്ളവരുടെ എഴുന്നേക്കും, പാത്രത്തിന്റെ എല്ലാ ശബ്ദവും ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതോ നമ്മുടെ ശ്രദ്ധ വികേന്ദ്രീകരിച്ചു പോകും. അതെ, അത് വരാതിരിക്കാനാണ് ഈ ബ്രഹ്മമുഹൂർത്തം ഇത് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ബ്രഹ്മ എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ല, ഇപ്പൊ എല്ലാത്തിനും എല്ലാ കാര്യത്തിനും ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല മുഹൂർത്തം അല്ലെങ്കിൽ തുടങ്ങുന്നതിന് ബ്രഹ്മ ഇതിൽ തുടങ്ങുന്നത് തന്നെയാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഇപ്പം നമ്മൾ വിവാഹം തന്നെ എടുക്കാം. പല വിവാഹങ്ങളുണ്ട് നമ്മുടെ ഇതിൽ. നമ്മുടെ ആർഷ ഭാരത സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ സംസ്കാരം പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് ബ്രഹ്മവിവാഹം എന്നാണ് പറയുന്നത്. ശരി, യെസ്, ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ മറ്റൊത്തിരി ഉണ്ട്, പൈശാചിക വിവാഹം, ഗാന്ധർവ വിവാഹം, അങ്ങനെ ഒത്തിരി ഉണ്ട് നമ്മുടെ ഇതിൽ. പല 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 വിവാഹ രീതികളുണ്ട്. അതിൽ ഏറ്റവും നല്ലത് ബ്രഹ്മവിവാഹം എന്നാണ്. ബ്രഹ്മവിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്? അതായത് പെൺകുട്ടിയുടെയും ചെറുക്കൻ്റെയും അച്ഛനമ്മമാർ അവർ നമ്മൾ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയത്തില്ലേ, അതാണ് ഇൻ ഷോർട്ട് പറഞ്ഞാൽ അതാണ് ബ്രഹ്മവിവാഹം. അതാണ് ഏറ്റവും നല്ല വിവാഹം. അത് തമ്മിൽ ഇഷ്ടപ്പെട്ടു, ഇത് ചെയ്തു, ഒളിച്ചോടി, അല്ലെങ്കിൽ അങ്ങനെ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്നൊരു ലവ് ഉണ്ടായി, അതുകൊണ്ട് ഒളിച്ചോടുന്നു, കല്യാണം കഴിക്കും. അല്ല, അതിലൊക്കെ ഏറ്റവും നല്ലത് പണ്ട് മുതലേ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ബ്രഹ്മവിവാഹമാണ്. അതായത് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഗുണം എന്താണ്? ഇവർക്ക് രണ്ടുപേർക്കും, പെണ്ണിനും ചെറുക്കനും, അവരുടെ രണ്ടുപേരുടെയും വീട്ടുകാരുടെ അനുഗ്രഹം കിട്ടുകയാണ്. രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണല്ലോ. അവിടെ ഒരു വിഘടിത മനോഭാവം വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് അപ്പൊ എല്ലാത്തിനും ബ്രഹ്മ എന്ന് തന്നെയാണ് വരുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേഷ്. പിന്നെ നമ്മൾ പറയത്തില്ലേ ബ്രഹ്മ സൃഷ്ടിയാണ്, അത് പലതിനും നമ്മൾ പറയും ഇത് ബ്രഹ്മ സൃഷ്ടിയാണ്. അതെ, ബ്രഹ്മമുഹൂർത്തത്തിലാണ് നടക്കുന്നത്. ബ്രാഹ്മൺ നമ്മൾ പറയാറില്ലേ. അപ്പൊ ഇതിനെല്ലാം ഒരർത്ഥമുണ്ട്. ഇതെല്ലാം ഈ ഒരു പേരിൽ നിന്നാണ്, ബ്രഹ്മാവിന്റെ പേരിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. പിന്നെയാണ് ബാക്കിയെല്ലാം വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മാവിനെ അടിച്ചു മാറ്റിക്കളഞ്ഞു, മറ്റുള്ള ദൈവങ്ങളെല്ലാം ഉയർത്തെഴുന്നേറ്റു, അവർക്ക് മാത്രമേ ആരാധന പാടുള്ളൂ. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? നമ്മുടെ ബ്രഹ്മമുഹൂർത്തം തന്നെ ഇപ്പൊ ആര് ചോദിക്കുന്നു? ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടായി. ആര് ചോദിക്കുന്നു? 1% ആൾക്കാർ ചോദിക്കുന്നുണ്ടോ? ഇല്ല. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ കുട്ടികൾക്ക് ഈ 10th ഒക്കെ ആവുമ്പോ കേട്ടിട്ടുണ്ട്, ബ്രഹ്മമുഹൂർത്തത്തിൽ ഇരുന്ന് പഠിച്ചു നല്ല കോൺസെൻട്രേഷൻ. അപ്പൊ അതുവരെ അതില്ല, 10th ആവുമ്പോഴേ ഉള്ളൂ. അല്ല, എനിക്ക് തോന്നുന്ന അപ്പോഴാണ് കൂടുതൽ ഈ പഠിപ്പ് ആ കുട്ടികളുടെ ഇതിലാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ഇരുന്ന് പഠിച്ചത്. അത്രയും മുതലേ നമ്മൾ ശീലിപ്പിച്ചാൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതെല്ലാം കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ വളർത്തുന്നു അവർ അതുപോലെ വളർന്നു വരികയാണ്. അതെ, പേരൻസ് ആണ് കുഞ്ഞുങ്ങളെ ഇത് ചെയ്യുന്നത്, മോൾഡ് ചെയ്യുന്നത്. സ്കൂളും ഒക്കെ പിന്നെയാണ്. പേരൻസ് എങ്ങനെ ചെറുപ്പത്തിലേ മുതൽ എങ്ങനെ വളർത്തുന്നു ആ കുഞ്ഞ് അതുപോലെ തന്നെ വരും. അപ്പൊ നമ്മൾ ബ്രഹ്മമുഹൂർത്തം വെളുപ്പിനെ എഴുന്നേറ്റ് പഠിപ്പിച്ചു. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും തുടക്കത്തിൽ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ശീലിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര മഹാന്മാരായിട്ട് വരും. ഭയങ്കര ബുദ്ധിയുള്ളവരായിട്ടും ഭയങ്കര ശീല ഗുണങ്ങളുള്ളവരായിട്ടൊക്കെ അവർ വരും. നമുക്ക് താങ്കളും ആഗ്രഹം. അതെ, അത് ഞാൻ പറയുന്നത് എല്ലാവരും ബ്രഹ്മമുഹൂർത്തം ഫോളോ ചെയ്യുക. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ പഠിക്കുന്നവരും മറ്റേ ജോലി ചെയ്യുന്നവരൊക്കെ ആയി തന്നെ രാവിലെ എഴുന്നേൽക്കുക. ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെ സുഖമാണ്. ഞാനത് കുളിക്കുകയും ചെയ്യും. ചിലർ ആ സമയത്ത് കുളിക്കത്തില്ല, ഇരുന്ന് പ്രാർത്ഥിക്കും. അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഞാൻ പറയാം, ആ സമയത്ത് അല്പം തണുത്ത വെള്ളമൊക്കെ തലയിൽ ഒഴിച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് നമുക്ക്. അതെ, അപ്പൊ എല്ലാവരും ബ്രഹ്മമുഹൂർത്തം ഫോളോ ചെയ്യുക. എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയുന്നത് പോലെ പറഞ്ഞുതരാം. ആയിക്കോട്ടെ. ക്ലിയർ ആണല്ലോ? വളരെ നന്ദി ഗുരുജി.